പത്തനംതിട്ടയിൽ ദമ്പതികളടക്കമുള്ള സംഘത്തിനു നേരെ പോലീസ് അതിക്രമം. പത്തനംതിട്ട പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിനോട് ചേർന്ന് വഴിയരികിൽ നിന്നവരെ പോലീസ് അകാരണമായി മർദ്ദിച്ചു എന്നാണ് പരാതി. പോലീസ് മർദ്ദനത്തിൽ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ അന്വേഷണം ആരംഭിച്ചു. ജനറൽ ആശുപത്രിയിൽ ചികിത്സയിലുള്ളവരുടെ മൊഴി രേഖപ്പെടുത്തുന്നുണ്ട്. വിവരങ്ങളുമായി മിഥുൻ മുരളി ചേരുന്നു. മിഥുൻ, പോലീസിൻ്റെ മൂന്നാം മുറ അല്ലെങ്കിൽ ബസ് സ്റ്റാൻഡിൽ നിന്നവരെ അകാരണമായി മർദ്ദിച്ചു എന്നുള്ള പരാതിയാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. ഇവർ ആശുപത്രിയിൽ ചികിത്സയിലുമാണല്ലോ. കൂടുതൽ വിവരങ്ങൾ. വിനോദ്, ഇന്നലെ രാത്രി 11 മണിക്ക് ശേഷമാണ് കോട്ടയം സ്വദേശികളായ 20 അംഗ സംഘത്തിനെതിരെ പോലീസ് മർദ്ദനമുണ്ടായി എന്നുള്ള പരാതി ഉയർന്നത്. അടൂരിൽ വിവാഹാനുബന്ധ പരിപാടിയിൽ പങ്കെടുത്ത് കോട്ടയത്തേക്ക് മടങ്ങുകയായിരുന്നു ഇവർ. ഇതിനിടയിൽ വിശ്രമിക്കുന്നതിന് വേണ്ടി പത്തനംതിട്ട പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ അല്പസമയം വാഹനം നിർത്തി ഇട്ടിരിക്കുന്ന സമയത്തായിരുന്നു പോലീസ് എത്തി അകാരണമായി മർദ്ദിച്ചതെന്ന് പരാതിക്കാർ പറയുന്നു. സ്ത്രീകൾ ഉൾപ്പെടെയുള്ള 20 അംഗ സംഘമായിരുന്നു ഈ വാഹനത്തിൽ ഉണ്ടായിരുന്നത്. പുരുഷ പോലീസ്, സ്ത്രീകൾ, വനിതാ പോലീസ് ഇല്ലാതെ ഈ സ്ത്രീകളെ അടക്കം മർദ്ദിച്ചു എന്നാണ് പറയുന്നത്. ഇവരുടെ കൈക്കും തലയ്ക്കുമെല്ലാം ഗുരുതര പരിക്കേറ്റിട്ടുണ്ട്. ഇവര് പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ ചികിത്സ തേടുകയും ചെയ്തു. ഇപ്പോൾ ഇവരുടെ മൊഴി രേഖപ്പെടുത്തുന്നുണ്ട്. പോലീസിന്റെ ഭാഗത്തു നിന്ന് ഗുരുതരമായിട്ടുള്ള വീഴ്ച ഉണ്ടായിട്ടുണ്ട് എന്നുള്ള സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ റിപ്പോർട്ട് ലഭിച്ചിട്ടുണ്ട് എന്നുള്ള വിവരവും ലഭിക്കുന്നുണ്ട്. എന്തായാലും സംഭവവുമായി ബന്ധപ്പെട്ട് ഇവരുടെ പരാതിയിൽ അന്വേഷണം നടക്കുന്നുണ്ട്. വിനോദ്, തീർച്ചയായും പത്തനംതിട്ടയിലാണ് ദമ്പതികൾ അടക്കമുള്ളവരെ പോലീസ് അകാരണമായി മർദ്ദിച്ചത്. ഇന്നലെ രാത്രിയിൽ മറ്റൊരു വഴി യാത്ര ചെയ്ത് അവിടെ വിശ്രമിക്കുന്നതിനിടെ പോലീസ് അവിടെ എത്തി ഇവരെ ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു. ഇവരിപ്പോൾ ആശുപത്രിയിൽ ചികിത്സയിലാണ്. എന്തായാലും ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. മർദ്ദനമേറ്റവരുടെ മൊഴി രേഖപ്പെടുത്തുന്നുണ്ട്. വിവരങ്ങൾ നൽകുകയായിരുന്നു മിഥുൻ മുരളി.